ഗ്രന്ഥങ്ങളിലുള്ള ഇവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചില മൗലവിമാരുടെ പ്രഭാഷണങ്ങളൊന്ന് കേട്ടോണം, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. നോക്കിക്കോ, വ്യത്യസ്തമാണ് എല്ലാം. ഇരട്ടച്ചങ്കെന്നൊക്കെ പല ആളുകളും വിളിക്കാറുണ്ട് അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ ഇരട്ടച്ചങ്ക് പ്രകടമായത് എപ്പോഴാണെന്നറിയുമോ? ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ RSSന്റെ തിട്ടൂരങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനെതിരെ നീണ്ടുവന്നപ്പോൾ എന്റെ കേരളത്തിൽ അത് നടപ്പാക്കാൻ പിണറായി വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല എന്ന് നിവർന്നു നിന്ന് നട്ടലോടെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് പോലും മാതൃകയാകുന്ന തരത്തിലൊരു പ്രസ്താവന ഇറക്കുക മാത്രമല്ല, അതിന്റെ പേരിൽ പല ആവർത്തി ഈ രാജ്യത്തെന്നല്ല ഡൽഹിയിൽ പോലും പോയിട്ട് അദ്ദേഹം തന്റെ ആദർശം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടിയോട് എനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, എന്റെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ റോൾ അദ്ദേഹം പരിപൂർണമായി നിർവഹിച്ചു എന്ന് മഹാനായ ജിഫ്രി മുത്തുക്കോയ. ഇവരെ വാനോളം ഇവരെ പിണറായി വിജയനെ പുകഴ്ത്തിയിട്ട് ഇനി മുതൽ ഞാൻ സഖാവ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മുള്ളൂർക്കര നോക്കട്ടെ, മുഹമ്മദ് അലി എന്താ കാരണമെന്ന് കേൾക്കുമ്പോഴാണ് കേട്ടോ രസകരം. കാരണം കേട്ടോണം. ശരിക്കും പറഞ്ഞാൽ 1 കിലോ വെളുത്തുള്ളി വാങ്ങിക്കാനുള്ള പൈസ പോലും ഒരു മാസം അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലിയാർക്ക് ഇവിടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച പെൻഷനിലും ക്ഷേമനിധിയിലും അംഗമാകുന്നതോടുകൂടെ 5200 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുമെന്നുള്ള വാഗ്ദാനം കേരളത്തിലെ എല്ലാ മുസ്ലിം പദപണ്ഡിതന്മാരും അതിനെ ഏകസ്വരത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. അതിന് ഗവൺമെന്റിന് എല്ലാവിധ. നമുക്ക് സൗജന്യമായിട്ട് 5000 സംതിങ് രൂപ എല്ലാ മാസവും കിട്ടിയാൽ പിന്നെ ഏതെങ്കിലും ഉസ്താദ് എനിക്ക് വേണ്ടാന്ന് പറയുമോ? ഇത് ഏതിന്റെ പണമാണ് ഉസ്താദേ? കള്ളിന്റെയോ ഹറാമായ പണമോ? ഉസ്താദുമാരോ വാങ്ങിച്ചിട്ടോ 5 നേരം ഉച്ചയും കുത്തി മറിഞ്ഞിട്ട് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനോ? അപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ എത്രമാത്രം മുസ്ലിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് നോക്കണം. ഉസ്താദേ, കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കുന്നത്, ഏക സിവിൽ കോഡാകട്ടെ, വഖഫ് ആകട്ടെ, മുത്തലാഖ് ആകട്ടെ, എന്താകട്ടെ, അത് പറ്റില്ല എന്ന് പറയാൻ ഒരു സംസ്ഥാനത്തിനും പറ്റില്ല. കേന്ദ്രം അവിടെ നിന്ന് പാസ്സാക്കും. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലോക്സഭയും രാജ്യസഭയും നമ്മുടെ പ്രസിഡന്റും അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത് കേട്ടോ. രാഷ്ട്രപതി ഒപ്പിടണം, അങ്ങനെ ചില വസ്തുതകൾ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെയാണ് ഒരു നിയമം പാസ്സാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പിണറായി വിജയൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നാ മോനങ്ങോട്ട് മാറി നിൽക്കുക, ഞങ്ങൾ നിയമം അങ്ങോട്ട് പാസ്സാക്കട്ടെ. അത്രയേ ഉള്ളൂ സംഗതി. അപ്പം ഇദ്ദേഹം ആർജവത്തോടു കൂടി അലറി വിളിച്ച് പറഞ്ഞതുകൊണ്ട് നിയമം പാസ്സാകാതിരിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ മുമ്പിലിരിക്കുന്ന ആളുകൾ പൊട്ടന്മാരാണെന്ന് അവർക്കും അറിയാമല്ലോ. ശരി, 1 കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും മദ്രസ ഉസ്താദന്മാർക്ക് ശമ്പളം കിട്ടാതിരിക്കുമ്പോൾ 5000 സംതിങ് രൂപയാണ് മദ്രസ ഉസ്താദന്മാർക്ക് ഒരു മാസം പെൻഷനായിട്ട് പിണറായി സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നത്. ഇദ്ദേഹം പബ്ലിക് വേദിയിലാണ് പറയുന്നത്. പിണറായി വിജയനും കൂടി ഇരിക്കുന്ന വേദിയിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത് കേട്ടോ. ആശംസകളും അർപ്പിക്കുകയാണ്. മുസ്ലിയാരുടെ ആകെ ശമ്പളം മാസം 1500 രൂപയാണ്, അല്ലെങ്കിൽ 800 രൂപ 700 രൂപയൊക്കെയാണ്. 1500 രൂപ ശമ്പളം വാങ്ങിക്കുന്ന മുസ്ലിയാർക്ക് പ്രതിമാസം 5200 രൂപ പെൻഷൻ കൊടുക്കാം. അത് യാഥാർത്ഥ്യമാവില്ല എന്നായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ച പ്രചരണം. പിന്നെ അത് യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടപ്പോൾ അതിനെ തടയിടാൻ പലിശയുടെ പ്രശ്നം മുന്നോട്ടിട്ടു. വാസ്തവത്തിൽ അത് ന്യായീകരിക്കാനല്ല ഞാൻ. എന്നാൽ ഇവിടെ ധാരാളം അറബിക് അധ്യാപകന്മാരും മതപണ്ഡിതന്മാരുടെ കാറ്റഗറിയിൽ വരുന്നവരാവര് അവര് പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. ആ പെൻഷൻ എവിടുന്നാ കൊടുക്കുന്നത്? ഏത് ഭാഗത്തുനിന്നാ വാങ്ങിക്കുന്നത്? അതവിടെ മറച്ചു വെക്കുകയും പലിശയുടെ കാരണം പറഞ്ഞ് ഇതിനെ മുടക്കിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ എളമരങ്കരി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ മതപണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ. ഞാനിടക്കയിൽ പങ്കെടുത്തു.
സത്യത്തിൽ അപ്പോഴാണ് ഗവൺമെന്റിന്റെ നിസ്സഹായാവസ്ഥ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഞങ്ങൾ ആ യോഗത്തിൽ വെച്ച് ഗവൺമെന്റിനെ 26 മുസ്ലിം സംഘടനകളും ഏകകണ്ഠമായി സപ്പോർട്ട് ചെയ്തു. പലിശയില്ലാത്ത ഒരു ഭാഗത്തിലൂടെ ഈ സർക്കാർ ഈ കടമ നിർവഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ അല്ല, പലിശ ഇല്ലാത്തത് ഏത്? കള്ളിന്റെ തന്നെയല്ലേ ഈ കിട്ടുന്നതെല്ലാം? നികുതി പണം തന്നെയല്ലേ? അതിനകത്ത് മതമില്ലാത്തവന്റെ ഇല്ലേ? നിരീശ്വരവാദികളുടെ ഇല്ലേ? കാഫിറുകളുടെ പണമില്ലേ? പിന്നെ എങ്ങനെയാ വാങ്ങുക? ഗവൺമെന്റിന്റെ നിസ്സഹായാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതൊക്കെ ശരിയാണ്. മുസ്ലിങ്ങള് അവർക്ക് ഒരുപാട് ഫണ്ടുകൾ കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ വേണ്ടാന്ന് വെക്കണം. ഓണത്തിനൊക്കെ കിട്ടുന്ന ബോണസും മറ്റുമൊക്കെ ഇല്ലേ? പെൻഷനാകുമ്പോൾ കിട്ടുന്ന പണമില്ലേ? അതൊക്കെ വേണ്ടെന്ന് ഇങ്ങോട്ട് വെക്കാറാണ്. തെക്കുബീർ ചൊല്ലിയാണ് കോഴിക്കോട്ടെ യോഗം സംഘടിപ്പിച്ചത്. ഇപ്പൊ സിനിമകൾ വരെ തക്ബീർ ചൊല്ലിയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. ഇപ്പോ കണ്ടില്ലേ, ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ കോഴിക്കോട് ദർശനയിൽ ഇറങ്ങിയപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ആ സിനിമയെ വരവേറ്റത്. ഒരു 10 സെക്കൻഡ് കൊണ്ട് തിയേറ്റർ ശൂന്യമായി. അല്ലാഹു അക്ബർ പറഞ്ഞല്ലോ, ഇനി ആരുടെയെങ്കിലും തലയെടുക്കും, ആരെങ്കിലും പൊട്ടിത്തെറിക്കും. ജനങ്ങളെല്ലാം കൂടെ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ വന്നത് പരിശോധിച്ചതിന് ശേഷമാണ് സിനിമ എടുത്ത് തുടങ്ങിയത്. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം കെട്ട് നിലത്ത് വീണത്. നിലകെട്ട് അങ്ങനെയാണല്ലോ. കാരണം ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അരിവാൾ ചുറ്റികൾക്കല്ലാതെ ഓടിയോ? അത് സഹിക്കൂല. ശ്രീ കരീം അവർകളെ ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറയാം. പക്ഷെ എങ്ങനെ പറയാതിരിക്കുക ഇത്? എങ്ങനെ പറയാതിരിക്കും സുഹൃത്തെ? ഇത് കാര്യത്തിന്റെ ഗൗരവമാണ്. ആദ്യം പറഞ്ഞപ്പോ പലിശ എന്ന് പറഞ്ഞു. രണ്ടാമത് മുസ്ലിയാക്കന്മാരോടൊക്കെ പറഞ്ഞു അടുത്ത് പോകരുത്, മാർക്സിസ്റ്റ് തരുന്ന പെൻഷനാന്ന് പറഞ്ഞു. ഇപ്പോ എന്നൊക്കെ വിളിക്കുന്നത് സഖാവ് മുള്ളൂർക്ക മുഹമ്മദ് അലി സഖാഫ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ. പിന്നീട് ആ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ 1000 വട്ടം സഖാവ് എന്ന് വിളിക്കണം എന്നാ ഞാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാ മുസ്ലിയാക്കന്മാരെയും സഖാവ് എന്നൊന്ന് വിളിക്കട്ടെ. ഇങ്ങനത്തെ ഒരു നല്ല കാര്യം ഇവിടെ വരട്ടെ. ശരിക്കും ഞാനൊരു കാര്യം നീതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് പറയാൻ, മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് CPIM ആണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്. നേരത്തെ സഖാവ് പിണറായി സഖാവ് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത്, അങ്ങനെ പലതും. പോട്ടെ, നമ്മുടെ ഹജ്ജ് ഹൗസ് എന്ന് നോക്കാം. 3.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇന്ത്യയിൽ തുല്യതയില്ലാത്തൊരു ഹജ്ജ് ഹൗസ് ശ്രീ പാലോളിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വന്നപ്പോ മുസ്ലിം ലീഗിന്റെ ഈ ആമതെന്തേ ചെയ്ത് 10,000 സീറ്റ് മറിച്ചു വെച്ച് പോക്കറ്റിൽ കാശുണ്ടാക്കി. പക്ഷെ സത്യത്തിൽ ഇവര് മാത്രമല്ല, നമ്മുടെ KT ജലീല് അതുപോലെ ഫസൽ ഗഫൂറും ഒക്കെ വെടിപ്പായി പറയുന്നുണ്ട്. എന്താണ് കോൺഗ്രസ് സർക്കാർ, നെഹ്റു സർക്കാർ മുസ്ലിം സമൂഹത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇവിടെ ചെയ്തത്? രണ്ടുപേരും മാറി മാറി, ഇടതനാണെങ്കിലും വലതനാണെങ്കിലും ഇസ്ലാം മതവിശ്വാസികളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് എല്ലാ കാലവും ഇവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അച്യുതാനന്ദൻ സർക്കാരിനെ പോലെയുള്ളവർ ചില വസ്തുതകളെങ്കിലും ചില സാഹചര്യങ്ങളിൽ വിളിച്ചു പറഞ്ഞു. AK ആന്റണി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അധികാരം പോയി. വിളിച്ചു പറയാൻ പറ്റില്ലാന്നേ. ഫസൽ ഗഫൂറും വെടിപ്പായി പറയുന്നുണ്ടായിരുന്നു. എന്താണ്, ഏതൊക്കെ നിയമങ്ങളാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി നെഹ്റു കുടുംബം നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇവർക്ക് വോട്ട് ബാങ്ക് നിലനിൽക്കുന്നത്. ഇത് തന്നെയേ നമ്മളും പറഞ്ഞിട്ടുണ്ട്.